ുമായി അമേരിക്കൻ വ്യാപാര പ്രതിനിധി മന്ത്രാലയം ഇന്ത്യ അടക്കം 16 രാജ്യങ്ങൾക്ക് വ്യാപാര നിയമത്തിലെ സെക്ഷൻ 301 ചുമത്താനാണ് ആലോചന. ഇതനുസരിച്ച് അമേരിക്കയുമായി അന്യായമായ കച്ചവടം നടത്തുന്ന രാജ്യങ്ങൾക്കെതിരെ നടപടിയുണ്ടാകും. ഇതിന്റെ ഭാഗമായി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യ ഉൾപ്പെടെ ലോകരാജ്യങ്ങൾക്ക് മേൽ ഡൊണാൾഡ് ട്രംപ് ചുമത്തിയ പകരച്ചുങ്ക നയം നിയമവിരുദ്ധമാണെന്ന് കാട്ടിയാണ് US സുപ്രീം കോടതി ഇവ റദ്ദാക്കിയത്. പിന്നാലെ 1974 വ്യാപാര നിയമത്തിലെ 122 വകുപ്പ് പ്രകാരം 10% നികുതി ഈടാക്കി വിധി മറികടക്കാനും ട്രംപ് ശ്രമിച്ചു. എന്നാൽ താൽക്കാലികമായി പ്രസിഡന്റിന്റെ വിവേചനാധികാരം ഉപയോഗിച്ചെടുത്ത ഈ തീരുമാനത്തിന് 150 ദിവസത്തെ ആയുസേ ഉള്ളൂ. ഇതിന്റെ കാലാവധി ജൂലൈയിൽ അവസാനിക്കാനിരിക്കെയാണ് ട്രംപ് പുതിയ വജ്രായുധം പുറത്തെടുത്തത്. ഇത്തവണ 1974 വ്യാപാര നിയമത്തിലെ സെക്ഷൻ 301 ചുമത്താനാണ് ആലോചന. ഇതനുസരിച്ച് ഇന്ത്യയും ചൈനയും ഉൾപ്പെടെ 16 പ്രധാന വ്യാപാര പങ്കാളികൾക്കെതിരെ US ട്രേഡ് റെപ്രസെന്റേറ്റീവ് ജാമിസൺ ഗ്രീർ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലെ അമിതമായ ഉൽപാദനശേഷിയും ഇത് ആഗോള വിപണിയിൽ സൃഷ്ടിക്കുന്ന ആഘാതവുമാണ് അന്വേഷണത്തിന്റെ പ്രധാന വിഷയം. പല രാജ്യങ്ങളും തങ്ങളുടെ ആഭ്യന്തര ആവശ്യത്തേക്കാൾ കൂടുതൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അവ കുറഞ്ഞ വിലയ്ക്ക് US കയറ്റി അയക്കുന്നത് അമേരിക്കൻ വ്യവസായ മേഖലയെ തകർക്കുന്നുവെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ വാദം. ഇന്ത്യ, ചൈന എന്നിവയ്ക്ക് പുറമെ യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, മെക്സിക്കോ, വിയറ്റ്നാം, തായ്വാൻ തുടങ്ങി നിരവധി രാജ്യങ്ങൾ അന്വേഷണ പട്ടികയിൽ വരുന്നുണ്ട്. എന്നാൽ കാനഡയെ ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ശ്രദ്ധേയമാണ്. ട്രംപ് പ്രഖ്യാപിച്ച 10% തീരുവയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപേ അന്വേഷണം പൂർത്തിയാക്കി സെക്ഷൻ 301 പ്രകാരം സ്ഥിരമായ ഉയർന്ന ഇറക്കുമതി തീരുവകൾ നടപ്പിലാക്കാനാണ് US ലക്ഷ്യം. ഇന്ത്യയുമായി നടത്തിയ ചർച്ചകൾ പ്രകാരം ഒരു വ്യാപാര കരാറിലെത്തിയിരുന്നുവെങ്കിലും പുതിയ അന്വേഷണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ വീണ്ടും വിള്ളലുകൾ വീഴ്ത്താനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, News 18.